ഏവർക്കും പൊണ്ടു ജാലകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SSLC IT പ്രാക്ടിക്കലുമായി ബന്ധപ്പെട്ട് കൈറ്റ് പുറത്തിറങ്ങിയിരിക്കുന്ന മാതൃകാ ചോദ്യങ്ങളിലെ സ്ക്രൈബസ് എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കിയ ഒരു ചോദ്യം നമുക്ക് കാണാം. മാതൃകയിൽ നൽകിയിരിക്കുന്ന പോലെ ഒരു പത്രത്താൾ സ്ക്രൈബ് സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കുക. അതിന് ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. എക്സാം 10 ഡോക്യുമെൻറ്റ്സിലെ സ്ക്രൈബസ് ഫോൾഡറിനുള്ളിലുള്ള ന്യൂസ് ഡെയിലി SLA എന്നൊരു ഫയലാണ് തുറക്കേണ്ടത്. അതിനുശേഷം ഒരു ദീർഘചതുരം നിർമ്മിച്ചുകൊണ്ട് ന്യൂസ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് ചേർക്കണം. അതുപോലെ കേരള എക്സ്ട്രീം പോവർട്ടി ഓഡിറ്റ് എന്ന ഫയലിലുള്ള ടെക്സ്റ്റ് ചേർക്കണം. അത് 3 കോളങ്ങളിലായി ക്രമീകരിക്കണം. അതിന് ഗ്യാപ്പ് സെറ്റ് ചെയ്യണം. അതുപോലെ പോവർട്ടി JPG എന്നൊരു ചിത്രം ഇവിടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അത് ആദ്യമായി നമുക്ക് ചെയ്യേണ്ടത് ഈ ന്യൂസ് ഡെയിലി SLA എന്നൊരു ഫയൽ ഓപ്പൺ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഹോമിലേക്ക് പോവുകയാണ്. ഹോമിലുള്ള ഈ റിസോഴ്സസിലെ എക്സാം 10 ഡോക്യുമെൻറ്റ്സ്, ഈ റിസോഴ്സസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഈ എക്സാം 10 ഡോക്യുമെൻറ്റ്സിനുള്ളിലെ സ്ക്രൈബസ് എന്ന ഫോൾഡറിനുള്ളിലെ ന്യൂസ് ഡെയിലി SLA എന്നുള്ളത് നമുക്കൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ വിത്ത് സ്ക്രൈബസ് എന്ന മാർഗ്ഗത്തിലൂടെ നമുക്ക് തുറക്കാം. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ ഏതെങ്കിലും ഫോണ്ട് മിസ്സിംഗ് ആണ് എന്ന് കാണിക്കുന്നെങ്കിൽ അത് ഓക്കെ ക്ലിക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാം. ഇപ്പോൾ ഇതാണ് അതിൻ്റെ പേജ്. ഇതിൽ പ്രത്യേകിച്ച് ഇവിടെ ന്യൂസ് എന്നുള്ളത് ചേർത്തിട്ടില്ല. അതുപോലെ ഇവിടെ ടെക്സ്റ്റ് ചേർക്കണം. നമുക്ക് ആദ്യം ഇവിടെ ഒരു ന്യൂസ് എന്നുള്ള ഒരു ഹെഡിങ്ങിന് പുറകിലായിട്ടുള്ള ഒരു റെഡ് റെക്റ്റാങ്കിൾ ചേർക്കണം. റെക്റ്റാങ്കിൾ ചേർക്കുന്നതിന് വേണ്ടി ഷേപ്പിൽ നിന്ന് നമുക്ക് ഈ ഒരു റെക്റ്റാങ്കിൾ ബോക്സ് വരയ്ക്കാം. റെക്റ്റാങ്കിൾ ബോക്സ് വരച്ചതിന് ശേഷം നമുക്ക് കളർ കൊടുക്കുന്നതിന് വേണ്ടി പ്രോപ്പർട്ടീസിലേക്ക് വരുന്നു. പ്രോപ്പർട്ടീസിലെ കളർ ഓപ്ഷനിൽ നിന്നും റെഡ് കൊടുക്കുന്നതോടുകൂടി അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ലഭിക്കുന്നു. ഇനി ടെക്സ്റ്റ് നമുക്ക് ചേർക്കണം. ടെക്സ്റ്റിന് വേണ്ടി T എന്നുള്ള ഈ ഒരു ഐക്കണാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ന്യൂസ് എന്ന് ചേർക്കാം. അല്പം കൂടെ വലിയൊരു ടെക്സ്റ്റ് ബോക്സ് ആക്കി വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ന്യൂസ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ ഡെയിലി എന്നുള്ള ഈ ഒരു ടെക്സ്റ്റ് നിലവിൽ അതിൻ്റെ പേര് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ടെക്സ്റ്റ് പ്രോപ്പർട്ടീസിലേക്ക് നോക്കിയാൽ ബാബൽ യൂണിക്കോഡ് എന്നുള്ളതും ഒരു 80 എന്നുള്ളൊരു ഫോണ്ടുമാണ്. നമുക്ക് അതേ ഫോണ്ടുകൾ തന്നെ അതേ സൈസ് തന്നെ ഇതിന് നമുക്ക് കൊടുക്കാം. ഈ ന്യൂസ് എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇത് സെലക്ട് ചെയ്യുന്നു. അതിൻ്റെയും ടെക്സ്റ്റ് നമുക്ക് ബാബൽ യൂണിക്കോഡ് എന്ന് തന്നെ കൊടുക്കാം. ബാബൽ യൂണിക്കോഡ് കൊടുക്കുന്നു. അതുപോലെ അതിൻ്റെ ഫോണ്ടിൻ്റെ സൈസ് നമുക്കൊരു 70 എന്ന് കൊടുത്തു നോക്കാം. പിന്നെ അക്ഷരങ്ങൾ മുഴുവനായി കാണുന്നില്ല എങ്കിൽ സ്ക്രീനിന് വെളിയിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ക്ലിക്ക് ചെയ്താൽ ബോക്സ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇതിൻ്റെ വീതി ഒന്ന് കൂട്ടി നൽകിയാൽ മതി. ഇനി ഇതിൻ്റെ പൊസിഷൻ ഈ കാണുന്ന ഇനി ഒരു റെഡിന് മുകളിലായിട്ടാണ് പൊസിഷൻ ക്രമീകരിക്കുന്നത്. ഇനി അതിൻ്റെ കളർ ഒന്ന് സെറ്റ് ചെയ്യണം. കളർ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് മുഴുവനായി ഒന്ന് സെലക്ട് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിന് മുഴുവനായും സെലക്ട് ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് പ്രോപ്പർട്ടീസിലേക്കാണ് വരേണ്ടത്. ടെക്സ്റ്റ് പ്രോപ്പർട്ടീസിൽ കളർ ആൻഡ് എഫക്ട്സിലെ ബ്ലാക്ക് എന്നുള്ളത് നമുക്ക് വൈറ്റ് കളറാക്കി കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതോടുകൂടി ആ ന്യൂസ് എന്നുള്ള ആ ഒരു ഹെഡിങ്ങിൻ്റെ ഓപ്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി ഇവിടെ ഒരു ചിത്രം ചേർക്കണം. ചിത്രം ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഇമേജ് ഫ്രെയിം കാണാം. ഇമേജ് ഫ്രെയിം ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഒരു ഇമേജ് ഫ്രെയിം സെറ്റ് ചെയ്യാം. അതിൻ്റെ സൈസും ഒക്കെ ഇതിനനുസരിച്ച് അനുയോജ്യമായ തരത്തിലേക്ക് അതൊന്ന് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇമേജ് ചേർക്കണം. ഇമേജ് ചേർക്കുന്നതിന് വേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ കണ്ടൻറ്റ് ഗെറ്റ് ഇമേജ് എന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു വിൻഡോ ഒരല്പം ചെറുതാണെങ്കിൽ ഈ കോർണറിൽ പിടിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇമേജ് ഈ ഒരു വിൻഡോ നമുക്ക് വലുതാക്കാം. ഇനി ഇതിൻ്റെ ചിത്രം ഉള്ളത് ഹോമിനുള്ളിലുള്ള റിസോഴ്സസിലെ ഇമേജസ് 10-നകത്താണുള്ളത്. ഇമേജസ് 10-നകത്ത് പോവർട്ടി JPG എന്നൊരു ഫയൽ കാണാം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുന്നതോടുകൂടി ആ ഒരു ചിത്രം അതിനുള്ളിലേക്ക് വരുന്നു. പക്ഷേ അതിൻ്റെ ആ ഒരു സ്കെയിലിംഗ് കറക്റ്റായിട്ടില്ല. സ്കെയിലിംഗ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഇമേജ് പ്രോപ്പർട്ടീസ്, ഈ 2 പ്രോപ്പർട്ടീസ് കണ്ടില്ല എങ്കിൽ വിൻഡോസിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ടിക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇമേജ് പ്രോപ്പർട്ടീസിലെ ഫ്രീ സ്കെയിലിംഗ് എന്നതിന് താഴെ 100% എന്നുള്ളതൊന്ന് കുറച്ച് കൊടുക്കാം. അതിനുള്ളിൽ ഫില്ലായി വരുന്ന തരത്തിലേക്ക് അതിൻ്റെ അളവൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അളവ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ടെക്സ്റ്റ് ഇതിലേക്ക് ചേർക്കുകയാണ്. ടെക്സ്റ്റ് ചേർക്കുന്നതിന് വേണ്ടി നമുക്ക് പേജ് മുഴുവനായിട്ടും കാണുന്നില്ല എങ്കിൽ കൺട്രോൾ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് മൗസ് സൂം ചെയ്താൽ ഇങ്ങനെ നമുക്ക് പേജ് മുഴുവനായിട്ടും കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇവിടേക്ക് ഒരു ടെക്സ്റ്റ് ഫ്രെയിമാണ് ചേർക്കേണ്ടത്. ടെക്സ്റ്റ് ഫ്രെയിം ചേർക്കുന്നതിന് ഇവിടെ T എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കൊരു ടെക്സ്റ്റ് ഫ്രെയിം ചേർക്കാം. ഒരു ടെക്സ്റ്റ് ഫ്രെയിം അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. ഇനി ഇതിലേക്ക് ടെക്സ്റ്റാണ് നമുക്ക് ചേർക്കേണ്ടത്. ഇതിലേക്ക് ചേർക്കേണ്ട ടെക്സ്റ്റ് ഉള്ളത് ഹോമിനുള്ളിലേക്ക് നമുക്ക് കടന്നാൽ എക്സാം 10 ഡോക്യുമെൻറ്റ്സിലെ സ്ക്രൈബസ് ഫോൾഡറിനുള്ളിൽ കേരള എക്സാം പോവർട്ടി എന്നൊരു ഫയലുണ്ട്. ഓഡിറ്റ് ഫയലാണ്. അത് ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യുകയാണ്. ഇത് ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഇതാണ് ആ ഒരു ഫയൽ. ഈ ഫയലിലെ ഒരു ടെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം കോപ്പി എടുക്കുന്നു. കോപ്പി എടുത്തതിന് ശേഷം നമുക്ക് സ്ക്രൈബസിലേക്ക് തിരികെ വരാം. സ്ക്രൈബസിലെ ഈ ഒരു
ടെക്സ്റ്റ് ബോക്സ് നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട്. അതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ അതിനുള്ളിലേക്ക് പ്രവേശിക്കും. ഇനി ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ എഡിറ്റ് പേസ്റ്റ് എന്ന് കാണാം. പേസ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇത് കോളമാക്കി മാറ്റുന്നതിന് വേണ്ടി നമ്മൾ ഈ ടെക്സ്റ്റ് പ്രോപ്പർട്ടിയിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ടെക്സ്റ്റ് പ്രോപ്പർട്ടിയിലെ കോളം ആൻഡ് ടെക്സ്റ്റ് എന്നുള്ളതിന് താഴെ കോളത്തിൻ്റെ എണ്ണം നമ്മളൊന്ന് മാറ്റുകയാണ്, 2ലേക്കൊന്ന് മാറ്റുന്നു. ഓൾറെഡി 3ാമത് കോളം ഇവിടെ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ടെക്സ്റ്റ് ചോദ്യത്തിലേക്ക് വന്നാൽ ഇവിടെ ഗ്യാപ്പ് 4.0 ആയി സെറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇവിടെ ഗ്യാപ്പ് ഒന്ന് കൂട്ടാം. ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് അങ്ങനെ നമുക്കൊന്ന് കൂട്ടി 4 mm ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ഇതോടുകൂടി ആ ഒരു പ്രോസസ്സ് അവസാനിക്കുകയാണ്. ഇത് PDF ഫോർമാറ്റിൽ സേവ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത് എക്സ്പോർട്ട് ചെയ്ത് PDF ആക്കുന്നതിന് വേണ്ടി ഫയലിൽ നിന്നും എക്സ്പോർട്ട് PDF എന്നുള്ള സേവ് ആസ് PDF എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ കാണുന്ന ഇഗ്നോർ എറേഴ്സ്, പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യേണ്ട ഇഗ്നോർ എറർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി സേവ് ചെയ്യേണ്ട സ്ഥലം നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുവേണ്ടി ചേഞ്ച് എന്ന ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. അതിനുശേഷം ഹോമിനുള്ളിലുള്ള എക്സാം 10 പ്രോഡക്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് രജിസ്റ്റർ നമ്പർ ന്യൂസ് ഡെയിലി .pdf എന്നുള്ളത് കളയരുത്, .pdf എന്ന് തന്നെ നിലനിർത്തിക്കൊണ്ട് ഇത് സേവ് ചെയ്യുന്നതോടുകൂടി ആ ഒരു വിൻഡോയിലേക്ക് തിരിച്ചു വരുന്നു. ഇപ്പോൾ നമുക്കിവിടെ കാണാം നമ്മൾ എങ്ങോട്ടാണ് സേവ് ചെയ്യുന്നതെന്ന് കാണാം, പേര് കാണാം, അതോടൊപ്പം .pdf എന്നുണ്ട്. അതിനുശേഷം സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അത് PDF ആയി മാറുന്നു. ഇനി നമുക്കൊന്ന് പരിശോധിക്കാം. ഫയലിനുള്ളിലുള്ള ഹോമിലെ എക്സാം 10 പ്രോഡക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു PDF നമുക്ക് കാണാനായിട്ട് കഴിയുന്നതാണ്. ഇതാണ് നമ്മൾ തയ്യാറാക്കിയ PDF. ഇതുവരെ വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.